ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവരും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാംസ്റ്റർ കോമ്പാക്റ്റിന്റെ കോയിൻ അല്ലെങ്കിൽ ടാപ്സ്വാപ്പിന്റെ കോയിൻ ഓർ എൽസ് പിക്സൽവേഴ്സിന്റെ കോയിൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ഏതൊരു ക്രിപ്റ്റോ കോയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ നമ്മുടെ US ഡോളർ ടോക്കണിലേക്ക് സെല്ല് ചെയ്യാം. വിച്ച് മീൻസ് മദർ കോയിൻ, ക്രിപ്റ്റോയുടെ മദർ കോയിൻ എന്നറിയപ്പെടുന്നത് US ഡോളർ ടോക്കൺ ആണ്. നിങ്ങൾ ഈ ഒരു US ഡോളർ ടോക്കണിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് എക്സ്ചേഞ്ചിലേക്ക് വേണം നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾ ലിസ്റ്റഡ് ആയിരിക്കണം എന്നില്ല. നിങ്ങൾക്കറിയാം US ഡോളർ ടോക്കൺ ബേസ് ചെയ്താണ് എല്ലാ കാര്യങ്ങളും റൺ ചെയ്യുന്നത്. ഒന്നത്. സെക്കൻഡ്ലി, നിങ്ങൾക്ക് ഏത് കോയിൻ വേണമെങ്കിലും വാങ്ങാൻ പറ്റും. ദെൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് INR-ലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരുപാട് ഉപകാരങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. സോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടിരിക്കുക. നിങ്ങൾ അതിനു മുമ്പായിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് നോക്കൂ. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് സെക്ഷനിൽ ഷെയർ ചെയ്താൽ മതി. ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഓൾറെഡി എന്റെ വാളറ്റിൽ നിന്ന് ഞാൻ എക്സ്ചേഞ്ചിലേക്ക് സെൻഡ് ചെയ്ത ശേഷം വരുന്ന ഒരു പോർഷനാണ് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റിൽ ഇനിയും ആർക്കെങ്കിലുമൊക്കെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് ഷെയർ ചെയ്താൽ മതി. അങ്ങനെ വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. വളരെ ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, അപ്പൊ നമുക്ക് വാളറ്റിൽ നിന്ന് എക്സ്ചേഞ്ചിൽ എത്തിയിരിക്കുന്ന കോയിൻ എങ്ങനെ നമുക്ക് നമ്മുടെ മദർ കോയിനായ USDT-യിലേക്ക് സിമ്പിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പൊ ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ ബിറ്റ്മാർട്ടിന്റെ എക്സ്ചേഞ്ച് ആണ്. ഓക്കെ, നിങ്ങൾ മേ ബി കൺഫ്യൂസ്ഡ് ആകുമായിരിക്കും. എൻ്റെ റീസെൻറ്റ് വീഡിയോയിൽ ഞാൻ കൂക്കോവിൻ്റെ എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ബിറ്റ്മാർട്ടിൻ്റെ ഓപ്പൺ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് എക്സ്ചേഞ്ച് ആണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് വരുന്ന ഓപ്ഷൻസും ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം സിമിലറാണ്, എല്ലാം സെയിം ആണ്. അതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി ഞാൻ ഇവിടുത്തെ കൂക്കോവിൻ്റെ എക്സ്ചേഞ്ച് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതേ ഈ സെയിം കാര്യങ്ങൾ ഞാൻ ആ ഒരു എക്സ്ചേഞ്ചിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പം അത് നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, സോ ഫസ്റ്റ്ലി നിങ്ങൾ ചെയ്യേണ്ടത് ഏത് എക്സ്ചേഞ്ചിലേക്കാണോ നിങ്ങൾ നിങ്ങളുടെ കോയിൻസ് ട്രാൻസ്ഫർ ചെയ്തത് ആ ഒരു എക്സ്ചേഞ്ചിൽ നിങ്ങൾ മാർക്കറ്റ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ ഫോണിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ സെയിം ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. ബിറ്റ്മാർട്ടിൻ്റെ ആപ്ലിക്കേഷൻ ഐഫോണിലില്ല, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അതേ മാർക്കറ്റ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡയറക്റ്റായിട്ട് പോകേണ്ടത് സ്പോട്ടിലാണ് നമുക്ക് പോകേണ്ടത്. ഓക്കെ, ഈ ഒരു സ്പോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പം ഞാൻ കോയിൻ വാങ്ങിച്ചിരിക്കുന്നത് പണ്ടൊരു വൈറ്റ് പേപ്പറൊക്കെ നോക്കിയ ശേഷം ഒരു കോയിൻ വാങ്ങിച്ചാണ്. എക്സാക്റ്റ് എന്നാണ് ആ ഒരു കോയിൻ്റെ പേര്. എക്സാക്റ്റിൻ്റെ കോയിൻ ഞാൻ വാങ്ങിച്ചു. അതിനുശേഷം എൻ്റെ ആ ഒരു കോയിനെ എവിടെ നിങ്ങൾ കണ്ടോ, ഇവിടെ ഞാൻ ഈ ഒരു ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ കണ്ടോ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത സമയത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ബൈ ചെയ്യുവാണോ സെല്ല് ചെയ്യുവാണോ ചെയ്യേണ്ടത്? നമുക്ക് ഓഫ് കോഴ്സ് സെല്ല് ചെയ്യുവാണ് ചെയ്യേണ്ടത് അല്ലേ. ഞാൻ സെല്ലെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ സെല്ലിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. സെല്ലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു എമൗണ്ട് ആകുന്ന ടൈം ഇതുണ്ടോ, ഗ്രേറ്റർ ദാൻ 0.01 എക്സാക്റ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വിൽക്കും. പക്ഷെ നമുക്ക് ചെയ്യേണ്ടത് ഇപ്പം നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിലാണ് എനിക്ക് ഈ ഒരു സാധനം വിൽക്കേണ്ടത്. ദ ബെസ്റ്റ് മാർക്കറ്റ് പ്രൈസ് അതാണ് ഇപ്പോൾ നിലവിൽ വരുന്ന സാധനം. അതായത് ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഒക്കെ ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ എത്രയാണോ അതിൻ്റെ വാല്യൂ ആ ഒരു ടൈമിൽ നമുക്കിത് വിൽക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എത്രയാണ് ഫുൾ എൻ്റെ 50% ആണ് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ 50% ഞാൻ വിൽക്കുകയാണ്. അല്ലെങ്കിൽ എമൗണ്ട് വരുന്നത് 35 ആണ്. ഓക്കെ, അല്ല ഞാൻ ഇവിടെ 100% ആണെന്നുണ്ടെങ്കിൽ 100%. ഇപ്പം 72.7 ആയിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത്, അത് മൊത്തം ഞാൻ വിൽക്കുകയാണ്. ഇവിടെ ഈ ഒരു 72.7 ഞാനിവിടെ ഫുള്ള് സെല്ല് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സെല്ല് കൊടുക്കുകയാണ്. ഓർഡർ പ്ലേസ്ഡ്. അപ്പം ഇത്രേ ഉള്ളൂ പരിപാടി. സോ നമ്മളിപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്തു. ഇനി നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് നമുക്ക് USDT ആയിട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കൊന്ന് അറിയണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അസറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അസറ്റ്സിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഓവർവ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ താഴെ നമുക്ക് സ്പോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സെയിം സ്പോട്ടെ ക്ലിക്ക് ചെയ്യുക. സ്പോട്ടെ ക്ലിക്ക് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും US ഡോളർ ടോക്കൺ ആയിട്ട് നമ്മുടെ എത്രയാണ് 5.0 നമുക്കിവിടെ വന്നിട്ടുണ്ട്. അവൈലബിൾ നമുക്ക് ഇത്രയും ഇതാണ് 5 USDT നമുക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വിഡ്രോ ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് വിഡ്രോ ചെയ്യാം. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് തന്നെ വിചാരിക്കുന്നു. സ്റ്റിൽ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒന്ന് ഷെയർ ചെയ്താൽ മതി, നമുക്കത് സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ ഗൈസ്, താങ്ക് യു സോ മച്ച്.